Welcome to my channel Study with me PCMB. അപ്പോൾ ഇന്ന് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് 3 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഓംസ് ലോ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓംസ് ലോ ഒരു പുതിയ ലോ ഒന്നുമല്ല, നിങ്ങൾക്ക് നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റിലൊരു ഡെറിവേഷനാണ്. ആ ഡെറിവേഷൻ മുമ്പ് നമുക്ക് കുറച്ച് ടേംസ് ഫെമിലിയർ ആകാനുണ്ട്. പുതിയ ടേംസ് ഒന്നും അല്ല, നിങ്ങൾ പണ്ട് പഠിച്ച 10th പഠിച്ച അതേ ടേംസൊക്കെ തന്നെയാണ്. അത് ഒന്ന് റീകളക്ട് ചെയ്യാം. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റ്, അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ടേംസാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ആ 4 ടേംസ്. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റും ആ ഇക്വേഷൻ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. പിന്നെ റെസിസ്റ്റൻസ് ഒന്ന് റീകളക്ട് ചെയ്യാം, റെസിസ്റ്റിവിറ്റി റീകളക്ട് ചെയ്യാം. പിന്നെ കറണ്ട് ഡെൻസിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുതിയ ടേം ആയിരിക്കും, അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓംസ് ലോ എന്താണെന്ന് നോക്കാം. Ohm's law states that at constant temperature, the current flowing through a metallic wire is directly proportional to the potential difference applied between its ends. ഇത് 10th പഠിച്ചത് തന്നെയാണ്. പല ബുക്കിലെ സ്റ്റേറ്റ്മെൻറ്റിൽ സ്ലൈറ്റ്ലി വേരിയേഷൻസ് കാണും. അപ്പം ഈ ഡെഫിനിഷനിൽ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. V is directly proportional to I. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഫ്ലോയിങ് ത്രൂ. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റൻറ്റിനെ ഇവിടെ കൊണ്ടുവരാം. ആ കോൺസ്റ്റൻ്റ് ആണ് R. ഈ R റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഓംസ് ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കി, പിന്നെ കോൺസ്റ്റന്റ് നോക്കി, ഇനി റെസിസ്റ്റൻസിലേക്ക് പോവാം. അപ്പോൾ റെസിസ്റ്റൻസ്, ദ ഒബ്സ്ട്രക്ഷൻ ഓഫേർഡ് ബൈ എനി കണ്ടക്ടർ ഇൻ ദ പാത്ത് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന പോകുന്ന വഴിയില്ല, അതിനാണ് റെസിസ്റ്റൻസ്. ഇപ്പം ഇങ്ങനെ കറണ്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു തടം, അവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 2 ഡയഗ്രാം വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു കോപ്പർ വയറാണ്, അത് എൻലാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഒരു വുഡ് പീസാണ്. നമുക്കറിയാം വുഡ് ഇൻസുലേറ്റർ ആണ്, അത് കറണ്ട് ഫ്ലോ സമ്മതിക്കില്ല. കോപ്പർ മെറ്റലാണ്, അത് കറണ്ട് പാസ് ചെയ്യാം. അതൊരു കണ്ടക്ടറാണ്, മറ്റൊരു ഇൻസുലേറ്ററാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കണ്ടക്ടേഴ്സിൽ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇൻസുലേറ്റേഴ്സിൽ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്, അതുകൊണ്ട് അത് കറണ്ടിന് പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വന്ന് കറണ്ടിൻ്റെ ഫ്ലോ അവിടെ നിൽക്കുകയാണ്, എന്തോ ഒരു തടസ്സം വെച്ച്, അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആറാണ് റെസിസ്റ്റൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 10th റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഒക്കെ പഠിച്ചാലും നമുക്ക് ഇനി അതൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ്. ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുന്നത് എന്നാണ് നമുക്ക് നോക്കാം. ഓംസ് ലോ ഇങ്ങനെയല്ലേ പറയുന്നത്, V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ കോൺസ്റ്റന്റാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് R വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ ഫോർമുല നമ്മൾ എടുക്കുകയാണെങ്കിൽ R ഈക്വൽ ടു V ബൈ I. വിയുടെ SI യൂണിറ്റ് എന്താണ്? വോൾട്ട്. ഐയുടെയോ ആംബിയർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വോൾട്ട് ബൈ ആംബിയറിന് ഒരു ഒറ്റ വാക്കുണ്ട്, അത് നമ്മൾ 10th പഠിച്ചതാണ്, ഓം. ഇതാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഒന്നെങ്കിൽ വോൾട്ട് ബൈ ആംബിയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓം എന്ന് എഴുതാം. പിന്നെ ഈ റെസിസ്റ്റൻസ് കുറച്ച് ഫാക്ടേഴ്സിൽ
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ 3 ഫാക്ടേഴ്സിലാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് നേച്ചർ ഓഫ് മെറ്റീരിയൽ. നേച്ചർ ഓഫ് മെറ്റീരിയൽ ഉദ്ദേശിക്കുന്ന കണ്ടക്ടറിന് തന്നെയാണ് മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ലെങ്ത്. അത് കഴിഞ്ഞ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇനി ഈ രണ്ട് സെക്കൻഡും തേർഡും വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നന്നായിട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇത് ഒരു കണ്ടക്ടറാണ്. അതിൻ്റെ ലെന്ത് L ആണ്. ഏരിയ എന്ന് പറയുന്നത് A ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെയാണ് ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് ലെന്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. ഒരു കണ്ടക്ടറിൻ്റെ ലെന്ത് എങ്ങനെ കൂടുന്നു അതനുസരിച്ച് തന്നെയായിരിക്കും റെസിസ്റ്റൻസ് കൂടുക. പക്ഷെ ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണ്. ഇപ്പോൾ ഇങ്ങനെ പറയാം, ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഇവിടെ ലെന്ത് L ആണെങ്കിൽ ആറും L തന്നെയാണ്. ഇപ്പൊ 2L ആയ എന്ന് വെച്ചോ, ഇവിടെ 2 ആകും. അത് ഡബിൾ ആവും. അപ്പം 5 ആണെങ്കിൽ റെസിസ്റ്റൻസ് 5 ആയിട്ട് കൂടും. ഇപ്പൊ ഏരിയ നോക്കാം. ഈ സെയിം കേസ് തന്നെ ഏരിയ നോക്കാം. ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത്. ലെന്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇതാണ് റെസിസ്റ്റൻസ്. നമ്മൾ ഡെഫിനിഷൻ നോക്കി, യൂണിറ്റ് നോക്കി, 2 യൂണിറ്റ് നോക്കി, ഏതൊക്കെ ഫാക്ടേഴ്സിലാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കി, പിന്നെ അതിൻ്റെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കി. ലെന്ത് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ഏരിയ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇത് MCQസിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡബിൾ ആക്കിയെങ്കിൽ, ലെന്ത് ഡബിൾ ആക്കിയെങ്കിൽ റെസിസ്റ്റൻസിനെ എങ്ങനെ അത് ബാധിക്കും എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാം. അടുത്തതാണ് റെസിസ്റ്റിവിറ്റി. ഇതും 10th പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിൻ്റെ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ് നോക്കിയില്ലേ, അപ്പോൾ നമുക്ക് ഒരു പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അതായത് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പം ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് നമ്മൾ പുതിയൊരു കോൺസ്റ്റന്റിനെ അവിടെ കൊണ്ടുവരും, ഇൻട്രൊഡ്യൂസ് ചെയ്യും. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ L/A. ഈ റോ ആണ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇതാണ് റെസിസ്റ്റിവിറ്റി. റോ ആണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. പിന്നെ റെസിസ്റ്റിവിറ്റിയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. റെസിസ്റ്റിവിറ്റിക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, M/NE² ഇൻറ്റു ടോ എന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കാനില്ല. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു പുതിയ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, ഇതുവരെ പഠിച്ചിട്ടില്ലാത്തതാണ്, കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ ഇനി അത് നോക്കാം. അപ്പോൾ ഇനി അടുത്തതാണ് കറണ്ട് ഡെൻസിറ്റി. ഡെഫിനിഷനാണ്, ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ ഈസ് കോൾഡ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷൻ എടുക്കുക, നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ
എത്ര യൂണിറ്റ് കറണ്ടാണ് പാസ് ചെയ്ത് പോകുന്നത് അതിനെയാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയാം. അപ്പോൾ ഈ ഡെഫിനേഷൻ വെച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാമല്ലോ. പിന്നെ കറണ്ട് ഡെൻസിറ്റിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പലാണ് ജെ. എത്ര കറണ്ട് പാസ് ചെയ്യുന്നു, പിന്നെ താഴെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ക്യാപിറ്റൽ ലെറ്റർ എ. ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഇതിന്റെ SI യൂണിറ്റ് നോക്കാം. ഇത് വെച്ചാൽ നമുക്ക് എഴുതാമല്ലോ. ഏരിയയുടെ SI യൂണിറ്റ് എന്നാൽ മീറ്റർ സ്ക്വയർ, M×M. പിന്നെ കറണ്ടിന്റെ ആംബിയർ. പിന്നെ ഡയമെൻഷൻ എങ്ങനെ വരും? A(T⁻²). പിന്നെ ഈ കറണ്ട് ഡെൻസിറ്റി പോലെ സാധാ ഡെൻസിറ്റി ഒക്കെ വെച്ചൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പുതിയ ടേംസ് ഇന്ന് നോക്കിയത്. അപ്പോൾ ഇന്ന് പുതിയ 4 ടേംസ്, പുതിയതല്ല 4 ടേംസ് ആണ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തത്. ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ്, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, പിന്നെ ലാസ്റ്റ് കറണ്ട് ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഞാനൊരു പുതിയ ടേമിനെയും കൂടെ പറയാം. ജസ്റ്റ് ഒരു ഇക്വേഷൻ മാത്രം പറഞ്ഞു തന്നാൽ മതി. അതാണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റിയെ നമ്മൾ ജെ എന്ന സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു 1/ρ. റോ എന്താണെന്ന് നമുക്കറിയാമല്ലോ, റെസിസ്റ്റിവിറ്റി. 1/റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഇത്രയും. ഇത് കഴിഞ്ഞ് ഓംസ് ലോയുടെ ഡെറിവേഷൻ ആണ്. അത് ഞാൻ ഡെറിവേഷൻ സീരീസിൽ ചാനലിലെ ക്ലാസ് 12 ഡെറിവേഷൻസ് ഇൻ മലയാളം സീരീസിൽ ഇടും. അപ്പോൾ ഇത് 3rd പാർട്ടാണ്. 4th പാർട്ട് ആ ഡെറിവേഷൻ തന്നെയാണ്. ഈ അടുത്ത് ഇടുന്നതിൽ 5th പാർട്ടായിട്ടാണ് ഇടുന്നത്. അത് കൺഫ്യൂഷൻ ആയത്. 4th പാർട്ട് ഓംസ് ലോ ആണ്. ആ ഓംസ് ലോയും ഈ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ പ്ലേലിസ്റ്റിലിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസ്. ഇനി നമുക്ക് ഡെറിവേഷൻ ആണ് ഓംസ് ലോയുടെ. അപ്പോൾ താങ്ക് യു.